അപ്പോൾ ഇന്ന് തൊട്ട് പിങ്ക് ബസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം KSRTC ആരംഭിക്കുകയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റിലും ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടത്തിൽ നിന്ന് തമ്പാനൂർക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് 8 മണിക്കും 10 മണിക്കും ഷിഫ്റ്റ് കഴിയുന്ന നമ്മുടെ IT പാർക്കിലുള്ള ടെക്നോ പാർക്കിലുള്ള ലേഡീസിനെയാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇന്ന് 4:30 മണിക്ക് ഇവിടെ നിന്ന് ഇത് ആറ്റിങ്ങൽ വരെ പോവും, ടെക്നോ പാർക്ക് വഴി പോവും. അതേസമയം കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന സ്ത്രീകളും കുട്ടികളും ഉള്ള കുടുംബങ്ങളുണ്ടല്ലോ, പുരുഷന്മാരുണ്ടാവില്ല ചിലപ്പോൾ അവരുടെ കൂടെ. അപ്പോൾ അങ്ങനെ പുരുഷന്മാരില്ലാതെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന സ്ത്രീകൾ അവർക്കും ഇതിൽ കയറാവുന്നതാണ്. അപ്പോൾ അതിന് 4:30 മുതൽ പുലർച്ചയ്ക്കുള്ള വണ്ടികൾ വരുന്ന മുറയ്ക്ക് നമ്മൾ ഈ വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഓടുന്നതാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ RCCയിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ചെറിയ വണ്ടികളാണെങ്കിൽ കയറും. അപ്പോൾ അവർക്ക് പക്ഷേ ഇതിൽ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്, ഫ്രീ അല്ല, പ്രിയദർശിനിയല്ല. പക്ഷേ ആളുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകും. ഇതിവിടെ വിജയിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇതുപോലെ തൊഴിലിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ എടുക്കുന്ന ഒരു വനിതകളെ എടുക്കുന്ന ഒരു പ്രോഗ്രാം. ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം പ്രിയദർശിനി വന്നപ്പോൾ ഈ തൊഴിലിടത്തിൽ നിന്ന് വീട്ടിൽ പോകാനും തൊഴിലിടത്തിലേക്ക് വരാനുമുള്ള സ്ത്രീകളുടെ ആ പ്രയാസമാണ് വാസ്തവത്തിൽ പ്രിയദർശിനിയെ, ആ പ്രയാസം നമ്മൾ പരിഹരിച്ചതാണ് ഈ പ്രിയദർശിനിയെ ഇത്രയും പോപ്പുലറാക്കിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തിരി എന്താ പറയുക, ശമ്പളമൊക്കെ ഉള്ള സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് 10-20 രൂപ കൊടുത്താലും വിരോധമില്ല. ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഇത് ചെയ്യുന്നത്. വിജയിക്കുകയാണെങ്കിൽ ലോങ് ട്രിപ്പിൽ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകും. ഉണ്ട്. ഇത് പ്രിയദർശിനി അല്ല, കാരണം സ്ത്രീകളുടെ റെസ്പോൺസ് അതാണ്. സ്ത്രീകൾ ഇപ്പോൾ 10 ലക്ഷം സ്ത്രീകളാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത് നമ്മുടെ ഈ വണ്ടിയിൽ. അവരുടെ ഫുട്ഫോളാണ്. അപ്പോൾ ഇതൊരു സ്ത്രീ സൗഹൃദ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ KSRTCയിലെ ജീവനക്കാർക്കൊന്നും ഒരു ആശങ്കയും വേണ്ട. കൃത്യമായ ശമ്പളം കിട്ടി, ബദലികൾക്ക് നേരത്തെ തന്നെ ശമ്പളം കിട്ടി. അതുകൊണ്ട് KSRTCയെ നമ്മുടെ ഗവൺമെൻറ് അങ്ങേയറ്റം പിന്താങ്ങുകയാണ്. നമ്മുടെ ധനമന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ അദ്ദേഹം ബജറ്റിൽ തന്നെ നമുക്ക് 600 കോടി രൂപ KSRTC പ്രദർശനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നടന്നത് TMC മീറ്റിംഗ് ആണ്. അതിൽ പങ്കെടുക്കാനും കൂടിയായിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അസംബ്ലിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധികൾ ഇന്ന് തമ്പാനൂരിൽ ഇവിടെ നടന്ന ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. പിന്നെ സ്ത്രീകൾക്കല്ലാതെ പിന്നെ ഇതൊക്കെ നിർത്തി കൊടുക്കും. പിന്നെ അല്ല, അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. പിങ്ക് അടിക്കുമ്പോൾ ഇനി പിങ്ക് അടിക്കാം. പിങ്ക് കണ്ടന്റിലാണ്, പുറത്തല്ല. ശമ്പളത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പെൻഷന്റെ കാര്യത്തിലും കഴിഞ്ഞ 15 വർഷം മുൻപുണ്ടായിരുന്ന പെൻഷൻ തന്നെയാണ് ഇപ്പോഴും KSRTC ജീവനക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ 75 കോടിയോളം നമ്മൾ ഈ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? ഉടനെ ഉണ്ടാവില്ല.